നമസ്കാരം സുഹൃത്തുക്കളെ. പുതുവർഷം നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ജന്മനക്ഷത്രം അനുസരിച്ച് പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്താൽ ആ വർഷം മുഴുവൻ അതിൻ്റെ പ്രതിഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി 27 നക്ഷത്രക്കാരുടെയും പുതുവത്സരത്തിൽ ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വിശദമായി അറിയാം. അശ്വതി നക്ഷത്രം, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. പുതുവത്സര ദിനം തന്നെ പുതിയ തീരുമാനം ആരംഭിക്കുക. ശരീര ആരോഗ്യത്തിനായി വ്യായാമം, നടക്കൽ എന്നിവ തുടങ്ങി വയ്ക്കുക. സൂര്യ ആരാധന, ഗണപതി പ്രാർത്ഥന ഇവയൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്: പെട്ടെന്നുള്ള ദേഷ്യം, ആലോചനയില്ലാതെ റിസ്കുകൾ ഏറ്റെടുക്കുന്നത്, ഇവയൊക്കെ. നിങ്ങളിനി ശ്രദ്ധിക്കേണ്ട മേഖലകൾ കൂടിയുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ബിസിനസ്സോ സംരംഭങ്ങളോ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പുതിയ തുടക്കത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. വർഷം മുഴുവൻ വേഗതയും വിജയവും കൈവരും, പക്ഷേ നിങ്ങൾക്ക് ശാന്തത അനിവാര്യമാണ്. ഭരണി നക്ഷത്രക്കാർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനിക്കുക, മന്ത്രജപങ്ങൾ ഉരുവിടുക. കല, എഴുത്ത്, സംഗീതം ഇവയിലാണ് ഇവരുടെ പ്രാവീണ്യമിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ നല്ലൊരു അവസരമാണ് ഈ 2026. അപ്പോൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ വികാര അധീനമായ തീരുമാനങ്ങൾ എടുക്കരുത്, അമിതമായി ചിലവാക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ മാനസിക നിയന്ത്രണവും സൃഷ്ടിപരതയുമാണ്. വികാരങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും. കാർത്തിക നക്ഷത്രക്കാർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. വീടും തൊഴിൽ സ്ഥലവും ശുദ്ധിയാക്കുക. നേതൃത്വ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക. അഗ്നിദേവനെ സ്മരിക്കുക. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: അഹങ്കാരം, വാക്കുതർക്കം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ തൊഴിലും അധികാരവുമാണ്. രോഹിണി നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് കുടുംബസുഖത്തിന് മുൻഗണന നൽകുക. ദീർഘകാല സാമ്പത്തിക പദ്ധതികൾ തുടങ്ങി വയ്ക്കുക. സ്ഥിരതയുള്ള പരിശ്രമം നിങ്ങളെ വലിയ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ അലസതയും അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുമായ ഒരു രീതിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത്, കുടുംബം എന്നീ മേഖലകളിലാണ്. മകയിരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നേതൃസ്ഥാനങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ ഈ വർഷം വളരെ അനുകൂലമാണ്. ആത്മവിശ്വാസം കൈവിടരുത്. നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന നേതൃസ്ഥാനങ്ങൾ സ്വീകരിക്കുക എന്നതിനപ്പുറം അതിര് കടന്ന ഒരു അധികാരബോധം നിങ്ങൾ കൊണ്ടു നടക്കരുത്. മറ്റുള്ളവരോട് നന്നായി പെരുമാറുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ അധികാരവുമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പ്രധാനമായി ചെയ്യേണ്ടത് പഠനം, ഗവേഷണം എന്നിവയ്ക്ക് പ്രധാന സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. നിങ്ങൾക്ക് ഭയം ഒരു പ്രശ്നമാണെങ്കിൽ ഭയത്തെ ഒഴിവാക്കുക. നിങ്ങൾ തീരുമാനങ്ങൾ ചിലതൊക്കെ മാറ്റിവെക്കണം. ശ്രദ്ധിക്കേണ്ട മേഖലകൾ: ബുദ്ധി, ആശയവിനിമയം. പുണർദം നക്ഷത്രക്കാർ, ഇക്കൂട്ടർ ചെയ്യേണ്ടത് പഴയ ബന്ധങ്ങൾ പുതുക്കുക എന്നതാണ്. പഴയ ബന്ധങ്ങൾ പുതുക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ സന്തോഷം ലഭിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഒരു തീരുമാനവും എടുക്കാതെ വെറുതെ സമയം പാഴാക്കി കളയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഇവയൊക്കെയാണ്: കുടുംബം, ബന്ധങ്ങൾ. പൂയം നക്ഷത്രക്കാർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. സേവന പ്രവർത്തനം ഏറ്റെടുക്കുക. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുക. കുടുംബത്തിൽ എല്ലാവരും പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുക. നിങ്ങൾ ഒഴിവാക്കേണ്ടത് സ്വയം മറക്കൽ. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ
ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പ്രധാനമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ് സേവനം, സഹനം. ആയില്യം നക്ഷത്രക്കാർ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. ആത്മാവിനെ നിയന്ത്രിക്കുക, ആരോഗ്യ പരിപാലനത്തിനായി സമയം കണ്ടെത്തുക. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അസൂയ, സംശയം എന്നിവയൊക്കെയാണ്. അനാവശ്യമായ ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിനെ വല്ലാതെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആരോഗ്യവുമാണ്. മകം നക്ഷത്രക്കാർ, നിങ്ങൾ ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട വർഷമാണ് 2026. നേതൃപങ്കും നിങ്ങളെ ഭരമേൽപ്പിക്കപ്പെടുന്നുണ്ട്. അതും വ്യക്തമായി ധാരണയോടുകൂടെ ചെയ്യുക. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവം ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പുരോഗതി കൈവരിച്ചു തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ അംഗീകാരം, അധികാരം. പൂരം നക്ഷത്രക്കാർ, പൂരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കല, ഫാഷൻ, സൃഷ്ടിപരത എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോവുക. സാമൂഹിക ഇടപെടൽ അനിവാര്യമാണ്. ഒഴിവാക്കേണ്ടത് ആഡംബര വൃത്തി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ പ്രശസ്തിയും സൃഷ്ടിപരതയുമൊക്കെയാണ്. ഉത്രം നക്ഷത്രക്കാർ, ഉത്രം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് കൃത്യമായ ജോലി പദ്ധതി. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങളുടെ ജോലികൾ ശരിയായി ചെയ്യുക. ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തിനോടും ഏതിനോടുമുള്ള ഒരു മടുപ്പ് എന്ന സ്വഭാവമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ജോലിയും വിശ്വസ്തതയും. അത്തം നക്ഷത്രക്കാർ, അത്തം നക്ഷത്രക്കാർക്ക് 2026 പുതിയ തുടക്കങ്ങളുടെ വർഷമാണ്. നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത്. ഇതാണ് നിങ്ങൾ പ്രധാനമായും ഈ വർഷം ചെയ്യേണ്ടത്. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ സ്വന്തമായി സംശയം തോന്നുന്ന മേഖലകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല നിങ്ങളുടെ തന്നെ വികസനം. ചിത്തിര നക്ഷത്രക്കാർ, ചിത്തിര നക്ഷത്രക്കാർക്ക് ഡിസൈൻ, സൗന്ദര്യം എന്നീ മേഖലകളിൽ അതിഗണ്യമായ പ്രാവീണ്യമുണ്ടാകും. ആ മേഖലകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ സ്വന്തമായി മെച്ചപ്പെടുത്താൻ നോക്കുക. സ്വയം മെച്ചപ്പെടുത്തൽ നിങ്ങൾക്ക് സാമ്പത്തികമായും നിങ്ങളുടെ മാനസികപരമായുള്ള സന്തോഷത്തിന് വഴിയൊരുക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് പൂർണ്ണതാ പ്രേമം. എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണമെങ്കിൽ അതിലൊരു പെർഫെക്ഷൻ വേണമെന്നൊരു വാശിയായിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ ഈ വാശി പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. ശ്രദ്ധിക്കേണ്ട മേഖലകൾ കല, രൂപകൽപ്പന എന്നിവയൊക്കെയാണ്. ചോദ്യ നക്ഷത്രക്കാർ, ചോദ്യ നക്ഷത്രക്കാർക്ക് പഠനത്തിനും യാത്രയ്ക്കും വളരെ അനുയോജ്യമായ ഒരു വർഷമാണ് ഇത്. നിങ്ങൾ ഗുരുജനങ്ങളെ ആദരിക്കുക. നിങ്ങൾ ഒഴിവാക്കേണ്ടത് കടുപ്പമുള്ള ഭാഷ എന്നതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കടുപ്പമേറിയ ഭാഷ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ അവർ മോശക്കാരായി ചിത്രീകരിക്കപ്പെടും. ശ്രദ്ധിക്കേണ്ട മേഖലകൾ അറിവ്, ആശയവിനിമയം. വിശാഖം നക്ഷത്രക്കാർ, നിങ്ങൾക്ക് ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാക്ഷാത്കരിക്കേണ്ട ഒരു വർഷമാണ് 2026. നിങ്ങൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നതും വലിയ വിജയത്തിലേക്ക് നയിക്കും. പക്ഷേ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമുണ്ട്, അസൂയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ വിജയം, മത്സരം എന്നിവയൊക്കെയാണ്. അനിഴം നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് 2026 ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസം വളർത്തുക എന്നതാണ്. നിങ്ങളുടെ മാനസികമായുള്ള ശാന്തി കൈവരിക്കാൻ ഈ വിശ്വാസം വളർത്തൽ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രതികാര മനോഭാവമാണ്. അവർ എന്ത് വേണമെങ്കിലും നമ്മളോട് കാണിച്ചോട്ടെ, പക്ഷേ നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന ബോധം വേണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ നിങ്ങളുടെ ബന്ധങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോവുക എന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യമാണ് ആത്മനിയന്ത്രണം.
നിങ്ങളോട് മറ്റുള്ളവർ വിശ്വസ്തയോടെ പറയുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നതും ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒഴിവാക്കേണ്ടത് അമിതമായി ചിന്തിക്കുന്നത്. അമിതമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് നിങ്ങളുടെ മാനസിക ശക്തി എന്നത്. മൂലം നക്ഷത്രക്കാർ. മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്നതാണ്. നിങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങൾ തേടി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ഈ വർഷം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒഴിവാക്കേണ്ട മേഖലയാണ് പിടിവാശി. നിങ്ങളുടെ പിടിവാശി പല അബദ്ധങ്ങളിലേക്കും നിങ്ങളെ കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് പിടിവാശി ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ: മാറ്റം, പുനർജനനം. പൂരാടം നക്ഷത്രക്കാർ. പൂരാടം നക്ഷത്രക്കാർക്ക് നേതൃത്വം ഏറ്റെടുക്കേണ്ട ഒരു വർഷമാണ് 2026. നിങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെടുന്ന നേതൃത്വമൊക്കെ നിങ്ങൾ ധൈര്യത്തോടെ ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് വഴക്ക്. വാക്കുതർക്കങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തുടക്കത്തിലെ വഴക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല നിങ്ങളുടെ അധികാരം തന്നെയാണ്. ഉത്രാടം നക്ഷത്രക്കാർ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥിരതയിലൂടെ മുന്നോട്ട് നീങ്ങുക എന്നതാണ്. പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയാലും നിങ്ങൾ നിങ്ങളുടെ സ്ഥിരതയോടെ നിന്നാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചില ഷോർട്ട് കട്ടിലൂടെ പണം സമ്പാദിക്കാം എന്നതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളായി ഭവിക്കുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല സ്ഥിര വിജയം എന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർ. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 അനവധി ദാനങ്ങളും സേവനങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു വർഷമാണ്. ഈ സേവനത്തിലൂടെ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥനയും ആവശ്യമാണ്. മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന ലാഭം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥിരത കൈവരിക്കാനുള്ള മാർഗമായിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല ഭാഗ്യം, സമ്പത്ത്. അവിട്ടം നക്ഷത്രക്കാർ. നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികമായി ഒരു പ്ലാനിംഗ് ചെയ്യുക എന്നതാണ്. പുതിയ ടെക്നോളജിയെ പറ്റിയുള്ള അറിവും നിങ്ങളുടെ ജീവിതത്തിൽ 2026 വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന കാര്യമാണ്. ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല ഭാവിയിലെ പദ്ധതികളെ പറ്റി നിങ്ങൾ നന്നായി ചിന്തിക്കുക എന്നതാണ്. ചതയം നക്ഷത്രക്കാർ. 2026 നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് രോഗശാന്തി കൈവരാം, പക്ഷേ താമസമുണ്ടാകാം. നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് മാനസികമായ ശാന്തി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് നെഗറ്റീവ് ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല മനുഷ്യ സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ. കലയിലും എഴുത്തിലും അതിഗണ്യമായ പ്രാവീണ്യമുള്ള നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദൈവികമായി കിട്ടിയിരിക്കുന്ന ഈ കഴിവുകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. നിങ്ങൾ ആത്മീയമായി സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരിക്കും. നിങ്ങൾ ഒഴിവാക്കേണ്ടത് അമിതമായ ടെൻഷനുകളും അമിതമായ ചിന്തകളുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല സൃഷ്ടിപരത. ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആത്മശാസനം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യക്തമായ ചില പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാകും. അതിലൂടെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നതാണ് ഈ വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം അന്ധവിശ്വാസങ്ങളിൽ പോയി പെടാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല ആത്മവികാസം.
രേവതി നക്ഷത്രക്കാർ, നിങ്ങൾക്ക് 2026 പുതിയ തുടക്കങ്ങളുടെ വർഷമായിരിക്കും. തളരാതെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ഭയം മാറ്റിവെക്കുക എന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖല പുരോഗതിയും ഭാഗ്യവുമാണ്. നക്ഷത്രം നമ്മെ നിയന്ത്രിക്കുന്നില്ല, നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയാണ്. പുതുവത്സരത്തിൽ നിങ്ങൾ ശരിയായ കർമ്മം സ്വീകരിച്ചാൽ വിജയവും സമാധാനവും നിങ്ങളെ തിരഞ്ഞ് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്മകൾ നേരട്ടെ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.